ഹായ്, എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് 2025 മോഡൽ ഹൈ റൈഡറിന്റെ ഏറ്റവും പുതിയ വേരിയന്റ് ആയ ജി ഓപ്ഷണൽ വേരിയന്റ് ആണ്. ടോപ്പ് എൻഡ് വേരിയന്റ് ആയ ബി വേരിയന്റിന്റെയും അതിന് താഴെ നിൽക്കുന്ന ജി വേരിയന്റിന്റെയും ഇടയ്ക്ക് വന്നിരിക്കുന്ന പുതിയൊരു വേരിയന്റ് ആണ് ഈ ജി ഓപ്ഷണൽ എന്ന് പറഞ്ഞ വേരിയന്റ്. അപ്പൊ ഈ വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്, എത്രയാണ് ഇതിന്റെ ഓൺ റോഡ് പ്രൈസ്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. 2025 മോഡൽ ടൊയോട്ട ഹൈ റൈഡറിൽ റീസെന്റ് ലോഞ്ച് ചെയ്ത ഏറ്റവും പുതിയൊരു വേരിയന്റ് ആണ് ഈ ജി ഓപ്ഷണൽ വേരിയന്റ്. ഹൈ റൈഡറിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് ഇപ്പോൾ നമുക്ക് ഈ ജി ഓപ്ഷണലിനെ വിളിക്കാം. കാരണം ടോപ്പ് എൻഡിൽ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഈ ജി ഓപ്ഷണൽ വേരിയന്റിൽ ടൊയോട്ട ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ജി ഓപ്ഷണൽ വേരിയന്റ് നിങ്ങൾക്ക് നമ്മുടെ നിയോ ഡ്രൈവിലും അവൈലബിൾ ആണ്, ഓട്ടോമാറ്റിക് വരുന്നുണ്ട്, CNG വരുന്നുണ്ട്, നമ്മളുടെ ഹൈബ്രിഡ് ഓപ്ഷനിലും അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലും ഈ ഒരു ജി ഓപ്ഷണൽ വേരിയന്റ് ടൊയോട്ട കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ടോപ്പ് എൻഡിൽ വരുന്ന ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു ജി വേരിയന്റിൽ കൊടുത്തിട്ടുണ്ട്. ഹൈ റൈഡറിന്റെ ടോപ്പ് എൻഡ് വേരിയന്റ് വി വേരിയന്റ് ആണ്, ടോപ്പ് എൻഡിന്റെ താഴെ നിന്നിരുന്ന വേരിയന്റ് ജി വേരിയന്റ് ആണ്. ഇപ്പോൾ ജി വേരിയന്റിനും വി വേരിയന്റിനും മിഡിലായിട്ടാണ് ഈ ജി ഓപ്ഷണൽ വേരിയന്റിനെ ടൊയോട്ട പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഈ വേരിയന്റിന്റെ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ലുക്ക് ഇപ്പോൾ ബേസ് വേരിയന്റ് ടു ടോപ്പ് എൻഡ് വരെ ഹൈ റൈഡറിന്റെ എക്സാക്ട്ലി സിമിലർ ലുക്കാണ്. ഫീച്ചേഴ്സിൽ മാത്രമാണ് ചെറിയ ഡിഫറൻസ് വരുന്നത്. നിങ്ങൾ ഒരു ഹൈ റൈഡർ നോക്കുന്നുണ്ടെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ എടുക്കേണ്ടത് ഈ ഒരു ബ്ലാക്ക് കളറാണ്. ഹൈ റൈഡറിൽ ഏറ്റവും കൂടുതൽ റോഡ് പ്രസൻസ് തരുന്ന ഒരു കളറും ഈ ഒരു ബ്ലാക്ക് കളർ തന്നെയാണ്. ഹൈ റൈഡറിന്റെ വേറെ അഡ്വാൻറ്റേജ് ബേസ് വേരിയന്റ് തൊട്ടേ നമുക്ക് ഈ ബ്ലാക്ക് കളർ അവൈലബിൾ ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ വേരിയന്റിന്റെ മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ടോപ്പിലായിട്ട് ഹൈ റൈഡറിന്റെ സിഗ്നേച്ചർ ആയിട്ടുള്ള ആ ഒരു ഡ്യുവൽ LED DRL കൊടുത്തിരിക്കുന്നു. അത് 10 ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ നമുക്ക് ആ ഒരു പ്രോമിൻസ് ആയിട്ട് കാര്യങ്ങൾ കാണാം. ഫ്രണ്ടിൽ ഒരു കാർബൺ ഫൈബർ ഫിനിഷിലാണ് ആ ഗ്രില്ലിന്റെ ഭാഗം കൊടുത്തിരിക്കുന്നത്. ഹൈബ്രിഡ് വേരിയന്റുകളിലാണ് നമുക്ക് ഈ കാർബൺ ഫൈബർ ഫിനിഷ് വരുന്നത്. നമ്മുടെ നിയോ ഡ്രൈവ് വേരിയന്റുകളിൽ ഈ പോർഷൻ ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. നടുക്ക് ടൊയോട്ടയുടെ വലിയ ലോഗോ കാണാം. ഹെഡ്ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് LED പ്രൊജക്ടഡ് ഹെഡ്ലൈറ്റ് ആണ് ജി വേരിയന്റിൽ വരുന്നത്. ജി വേരിയന്റ് തൊട്ടാണ് LED സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹൈ ബീമും ലോ ബീമും അതിനകത്ത് തന്നെ കൊടുത്തിരിക്കുന്നു. അതിന് ചുറ്റിലും നമുക്കൊരു ക്രോം ഇൻസേർട്ട് കാര്യങ്ങൾ കാണാം. അതിന് താഴെ ഫ്രണ്ടിലെ സ്കിറ്റ് പ്ലേറ്റ് കാര്യങ്ങൾ നമുക്ക് ആ ഒരു ബ്രഷ്ഡ് അലൂമിനിയം ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. 205 mm ആണ് ഈ വാഹനത്തിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഫ്രണ്ടിലെ എയർ ഡാമിന്റെ പോർഷൻസ് കാര്യങ്ങളെല്ലാം ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ തന്നെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്കിൽ കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും തന്നെ വന്നിട്ടില്ല. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ വശങ്ങളിലേക്ക് വരുമ്പോഴാണ് അത്യാവശ്യം വലിപ്പമുള്ള ഒരു വാഹനമായിട്ട് ഹൈ റൈഡർ നമുക്ക് ഫീൽ ചെയ്യുക. ഇത് 4365 mm ആണ് ഈ വാഹനത്തിന്റെ ഓവറോൾ ലെങ്ത് വരുന്നത്. വീൽ ബേസ് 2600 mm വീൽ ബേസും ഈ വാഹനം തരുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഇന്റീരിയർ സ്പേസ് നമുക്ക് ഹൈ റൈഡറിൽ ലഭിക്കും. ഇപ്പോൾ ടയേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ പഴയ ഒരിസണി തന്നെയുള്ള ILVC ആണ് കൊടുത്തിരിക്കുന്നത്. 215/60R17 ആണ് ടയർ സൈസ് വരുന്നത്. ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്ക് ആണ്. ഹൈ റൈഡറിന്റെ ബേസ് വേരിയന്റ് തൊട്ടേ നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കുകൾ കാണാം. EHEV എന്ന് പറയുന്ന ഹൈബ്രിഡിന്റെ പുതിയൊരു ബാഡ്ജിങ് ആണ് ഇപ്പോൾ വശങ്ങളിൽ കൊടുത്തിരിക്കുന്നത്. മിറേഴ്സിൽ LED ഇൻഡിക്കേറ്റേഴ്സ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. വേറെ എടുത്ത് പറയത്തക്ക ചേഞ്ചസ് ഒന്നും വശങ്ങളിൽ നിന്ന് വരുന്നില്ല. ഹൈ റൈഡറിന് ഫുഡ് സ്റ്റെപ്പ് ശരിക്കും വരുന്നില്ല. നമുക്ക് ഷോറൂമിൽ നിന്ന് വേണമെങ്കിൽ ആക്സസ് റൈഡ് ചെയ്യാം. ഇത് ബ്ലാക്ക് വാഹനമായിട്ട് അറിയാത്തതാണ്. വാഹനത്തിന് ചുറ്റുപുറം ഒരു ബ്ലാക്ക് ഫിനിഷിൽ ക്ലാഡിങ് പോകുന്നത് കാണാം. നമുക്ക് വിൻഡോസിന് താഴെയായിട്ട് ഇവിടെ ഒരു ക്രോം ലൈൻസ് കൊടുത്തിട്ടുണ്ട്. അത് ഈ ജി വേരിയന്റ് തൊട്ടിട്ടാണ് വരുന്നത്. നമുക്കൊരു ഗ്രീനിഷ് കളറിൽ 30% UV പ്രൊട്ടക്റ്റോട് കൂടിയ ഗ്ലാസുകളാണ് വരുന്നത്. ടോപ്പിൽ നമുക്ക് സ്പോയിലർ കാണാം. സ്പോയിലർ ഹൈബ്രിഡ് വേരിയന്റുകൾ സിൽവർ ഫിനിഷിലും നിയോ ഡ്രൈവ് വേരിയന്റുകൾ ബ്ലാക്ക് ഫിനിഷിലുമാണ് വരുന്നത്. ടോപ്പിലായിട്ട് നമുക്ക് പനോറമിക് സൺറൂഫ് കാണാം. ജി വേരിയന്റിൽ കൊടുത്തിരിക്കുന്ന ജി ഓപ്ഷണൽ വേരിയന്റിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് ആണ് നമുക്ക് ഈ പനോറമിക് സൺറൂഫ്. ബാക്കിൽ ഷാർഫിൻ ആന്റിന കൊടുത്തിരിക്കുന്നു. അപ്പോൾ പണ്ടത്തെ ജി വേരിയന്റിൽ നമുക്ക് സൺറൂഫ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ജി ഓപ്ഷനിലേക്ക് വന്നപ്പോൾ അഡീഷണലി നമുക്ക് സൺറൂഫ് ആഡ് ആയിട്ടുണ്ട്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ എല്ലാ വേരിയന്റുകളുടെയും ലുക്ക് ഓൾമോസ്റ്റ് സിമിലർ ആണ്. ആകെ വരുന്നൊരു ഡിഫറൻസ് ലോവർ വേരിയന്റുകളിൽ വൈപ്പർ വരുന്നില്ല എന്നുള്ളത് മാത്രമാണ്. ഇപ്പോൾ ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്പോയിലറും തന്നെ വരുന്നില്ല. ഡിസൈൻ തന്നെ സ്പോയിലർ തോന്നിക്കുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ടോപ്പിലായിട്ടോട് ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. ബാക്കിലെ ഗ്ലാസ് വാഷർ ആൻഡ് വൈപ്പർ ആൻഡ് ഡീഫോഗറോട് കൂടിയ ഗ്ലാസുകളാണ്. ഡീഫോഗർ നമുക്ക് ബേസ് വേരിയന്റ് തൊട്ട് കാണാവുന്നതാണ്. ബാക്കിലെ ടെയിൽ ലൈറ്റ് LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. നമുക്ക് സ്റ്റോപ്പ് ലൈറ്റ് ഇതിനകത്ത് ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അതും LED ആയിട്ടാണ് വരുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇൻഡിക്കേറ്റേഴ്സും റിവേഴ്സ് ലൈറ്റും കൊടുത്തിരിക്കുന്നു. അത് രണ്ടും ഹാലജൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. ഇവിടെ നമുക്ക് ഒരു റിഫ്ലക്ടേഴ്സ് കാണാം. ജി വേരിയന്റിന്റെ ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. EHEV എന്ന് പറഞ്ഞാൽ ആ പുതിയ ബാഡ്ജിങ് നമുക്ക് കാണാം. ഇവിടെ വശത്തായിട്ട് അർബൻ ക്രൂയിസർ ഹൈ റൈഡർ എന്ന് പറഞ്ഞ ബാഡ്ജിങ് കാണാം. ബാക്കിൽ നമുക്ക് ഇവിടെ ഒരു ക്രോം ഫിനിഷ് വരുന്നുണ്ട്. അതിന് നടുക്കായിട്ടാണ് ടൊയോട്ടയുടെ ലോഗോ പ്ലേസ് ചെയ്തിരിക്കുന്നത്. റിവേഴ്സ് ക്യാമറ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിൽ നമുക്ക് 4 പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. ഈ പാർക്കിംഗ് സെൻസർ എല്ലാം ഒരെണ്ണം ഈ ഒരു കോർണർ ബേസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിലെ സ്കിറ്റ് പ്ലേറ്റ് നമുക്കൊരു സിൽവർ ഫിനിഷിൽ കാണാം. ഇനി നമുക്ക് ഇതിന്റെ ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത്
ഹൈബ്രിഡ് വേരിയന്റ് ആണ്. ഹൈബ്രിഡ് വേരിയന്റിൽ നോൺ ഹൈബ്രിഡ് വേരിയന്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബൂട്ട് സ്പേസ് കുറവാണ്. പക്ഷേ ഇപ്പോൾ ഈ വാഹനത്തിന്റെ സ്പെയർ വീൽ ഒഴിവാക്കിയത് കൊണ്ട് കുറച്ചും കൂടി ബൂട്ട് സ്പേസ് ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. 2025 വന്നിരിക്കുന്ന പുതിയൊരു അപ്ഡേറ്റ് ആണ്. ഹൈ റൈഡറിന്റെ ഒരു വേരിയന്റുകളിലും നമുക്ക് സ്പെയർ വീൽ അവൈലബിൾ അല്ല. വേണമെങ്കിൽ നമുക്ക് ഷോറൂമിൽ നിന്ന് മേടിച്ച് വെക്കാവുന്നതാണ്. പഞ്ചർ കിറ്റ് ഇതിന്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിന്റെ ബൂട്ട് സ്പേസിലേക്ക് വന്നു കഴിഞ്ഞാൽ നോൺ ഹൈബ്രിഡ് വേരിയന്റുകളിൽ നമുക്ക് 373 ലിറ്റർ ആണ് വരുന്നത് ബൂട്ട് സ്പേസ്. ഈ വാഹനത്തിൽ 270 ഒക്കെയാണ് കമ്പനി പറയുന്നത്. ഏകദേശം അത്രയും ബൂട്ട് സ്പേസ് നമുക്ക് കിട്ടും. ബാക്കിലായിട്ട് നമുക്കൊരു ബൂട്ട് ലൈറ്റ് കാര്യങ്ങൾ കാണാവുന്നതാണ്. ഒരു 12 വോൾട്ടിന്റെ ചാർജിംഗ് പോർട്ടും ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പാഴ്സൽ ട്രേ ഈ വേരിയന്റിൽ വരുന്നുണ്ട്. ബാക്കിലെ സീറ്റ് 60-40 സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനോട് കൂടിയ സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റും വരുന്നുണ്ട്. ഈ 60-40 സ്പ്ലിറ്റിന്റെ ഓപ്ഷൻ കാര്യങ്ങളെല്ലാം നമുക്ക് ബേസ് വേരിയന്റ് തൊട്ട് അവൈലബിൾ ആണ്. ഇനി ഈ വാഹനത്തിന്റെ ഇന്റീരിയർ എന്നുള്ള മാറ്റങ്ങൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ കീലെസ് എൻട്രി പോലെയുള്ള ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. ബേസ് വേരിയന്റ് തൊട്ട് കീലെസ് എൻട്രി പോലെയുള്ള ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഡ്യുവൽ ടോൺ കളറിലാണ് ഇതിന്റെ ഇന്റീരിയർ കൊടുത്തിരിക്കുന്നത്. ഒരു ബേജ് ആൻഡ് ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡ്യുവൽ ടോൺ കളർ കാണാം. ഇവിടെ ടോപ്പിലായിട്ട് ഒരു ബ്ലാക്ക് ഫിനിഷ്, ഇവിടെ എല്ലാം നമുക്ക് ആ ഒരു ബേജ് കളർ കാണാം. ഈ ജി വേരിയന്റിൽ ഇവിടെ എല്ലാം നമുക്ക് സോഫ്റ്റ് ടച്ച് ആണ്. അത് ലെതർ ഫിനിഷോടുകൂടി കൊടുത്തിരിക്കുന്നു. നമുക്ക് 4 ഡോർ പവർ വിൻഡോന്റെ കൺട്രോൾ ചെയ്യാൻ, ലോക്ക് ആൻഡ് ലോക്ക്, മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഡോർ ഹാൻഡിൽസ് നമുക്കൊരു ക്രോം ഫിനിഷിൽ കാണാം. ഇവിടെ നമുക്കൊരു സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. താഴെ സ്പീക്കർ ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ടൂട്ടർ ഗ്രില്ലുകൾ കാണാം. ഡ്രൈവർ സീറ്റ് നമുക്ക് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ ഹൈബ്രിഡ് വേരിയന്റ് ആണ്. ഡെഡിക്കേറ്റഡ് ഡെഡ് പെഡൽ കാണാം. ഇവിടെ വശത്തായിട്ട് നമുക്ക് ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. നമ്മളുടെ പുഷ് ബട്ടൺ സ്റ്റാർട്ടിന്റെ ഓപ്ഷൻ കാണാം. നമ്മുടെ നോർമൽ വാഹനങ്ങളിൽ, അതായത് നിയോ ഡ്രൈവിൽ ഇതൊരു ബ്ലാക്ക് ഫിനിഷിലും EV-യിൽ ആ ഒരു ബ്ലൂ ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ താഴെയായിട്ടാണ് ഹുഡ് ഓപ്പൺ ചെയ്യാനും ഫ്യൂൽ ലിഡ് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷനും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഓപ്ഷണൽ വേരിയന്റിന്റെ ഇന്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഹൈ റൈഡറിന്റെ ഇപ്പോൾ ബേസ് വേരിയന്റ് ടു ടോപ്പ് എൻഡ് വരെ ഇന്റീരിയർ ലേ ഔട്ട് കാര്യങ്ങളെല്ലാം എക്സാക്ട്ലി സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. നമുക്കിപ്പോൾ നിയോ ഡ്രൈവ് വേരിയന്റുകളിലാണെങ്കിൽ ഓപ്ഷണൽ വേരിയന്റ് ഇവിടെയെല്ലാം നമുക്കൊരു ബ്ലാക്ക് സോഫ്റ്റ് ടച്ച് ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഹൈബ്രിഡിലേക്ക് വരുമ്പോൾ ഈ ഒരു ബ്രൗൺ ഫിനിഷും അതിനകത്ത് സ്റ്റിച്ചിങ് കാര്യങ്ങളും കൊടുത്തിരിക്കുന്നു. എനിക്ക് തോന്നുന്നു നമ്മളുടെ നിയോ ഡ്രൈവിൽ കാണുന്ന ഒരു ബ്ലാക്ക് ഫിനിഷാണ് കുറച്ചും കൂടിയും കാണാനൊരു ഭംഗി. ഇപ്പോൾ സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ പഴയ മൾട്ടി ഫംഗ്ഷണൽ ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത് 3 സ്പോക്കാണ്. സ്റ്റിയറിംഗ് വീലിൽ നമുക്ക് ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക്കിന്റെ ഓപ്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിപ്പോൾ എനിക്ക് തോന്നുന്നു ബേസ് വേരിയന്റ് തൊട്ടേ അവൈലബിൾ ആണ്. ഇടതുവശത്തായിട്ട് നമുക്ക് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനതും വലതുവശത്ത് ക്രൂസ് കൺട്രോളിന്റെ ഓപ്ഷൻസും വരുന്നു. മ്യൂസിക്കിന്റെ കൺട്രോൾസ് ഇവിടെ താഴെയായിട്ടാണ് 2 വശത്തും കൊടുത്തിരിക്കുന്നത്. അതിന് ചേർന്ന് ഇവിടെ കോർണറിലായിട്ട് നമുക്ക് ഫോണിന്റെ കൺട്രോൾസും കാണാം. ഇടതുവശത്ത് വൈപ്പറിന്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസും കാണാം. ഓട്ടോ ഹെഡ്ലൈറ്റ്, ഓട്ടോ വൈപ്പറിന്റെ ഫീച്ചേഴ്സ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ റീസെന്റ് വന്നിരിക്കുന്ന ഒരു ചേഞ്ച് ആണ്. നമ്മളുടെ ഹൈബ്രിഡ് വേരിയന്റുകളിൽ ചേഞ്ച് അല്ല, പക്ഷേ നോൺ ഹൈബ്രിഡ് വേരിയന്റുകളിലും ഇപ്പോൾ സെയിം TFT ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ് കൊടുത്തിരിക്കുന്നത്. കളർഡ് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ. അതിനകത്ത് അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും കൊടുത്തിരിക്കുന്നു. ഫുള്ളി ഡിജിറ്റൽ ആയിട്ട് കൊടുത്തിരിക്കുന്നു. നമ്മുടെ ബാറ്ററി പെർസെന്റേജ്, ഫ്യൂവലിന്റെ ഇൻഡിക്കേഷൻസ് എല്ലാം ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാം. പിന്നെ ഈക്കോ, പവർ, ചാർജിംഗ് മോഡ്, അങ്ങനെ ഓപ്ഷൻസ് കാര്യങ്ങളെല്ലാം ഈ വശത്ത് കൊടുത്തിരിക്കുന്നു. നമ്മുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ നമുക്ക് ഫീച്ചേഴ്സ് ഇങ്ങനെ ടോക്കിൾ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് അറിയാനായിട്ട് ഇവിടെ ആവറേജ് ഫ്യൂവല്, പിന്നെ സെറ്റിംഗ്സ്, എത്ര കിലോമീറ്റർ ഓടി, അങ്ങനെ അത്യാവശ്യം വേണ്ട ഈ ഒരു കാറിൽ, ഈ ഒരു സെഗ്മെന്റിൽ കാറിൽ വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് വരുന്നുണ്ട്. സെന്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹൈ റൈഡറിന്റെ ടോപ്പ് എൻഡിലൊക്കെ വരുന്ന സെയിം ഇൻഫർടൈൻമെന്റ് സ്ക്രീൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന 9 ഇഞ്ചിന്റെ ഒരു സ്ക്രീനാണ്. ആർക്കമിസ് ട്യൂൺ ചെയ്തൊരു മ്യൂസിക് സിസ്റ്റം ആണ്. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട്. മ്യൂസിക് കാര്യങ്ങളൊക്കെ നമുക്ക് USB കണക്ട് ചെയ്ത് വീഡിയോ പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻസും ഇതിനകത്ത് വരുന്നുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് അഡീഷണലി വന്നിരിക്കുന്ന ഒരു ഫീച്ചറാണ് TPMS. ഇപ്പോൾ പുതിയ G ഓപ്ഷണൽ വേരിയന്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം വേണ്ട വെഹിക്കിൾ ഇൻഫർമേഷൻസ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 4 സ്പീക്കറും 2 ടൂട്ടോടും കൂടിയ മ്യൂസിക് സിസ്റ്റം ആണ്. ഇതിപ്പോൾ G ഓപ്ഷണൽ വേരിയന്റിൽ നമുക്ക് 360 ക്യാമറയുള്ള ഫീച്ചേഴ്സ് വരുന്നില്ല. റിവേഴ്സ് ക്യാമറ മാത്രമാണ് വരുന്നത്. അത് ഫുൾ സ്ക്രീനിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അതിനകത്ത് വേറെ പ്രത്യേകിച്ച് സെറ്റിംഗ്സ് കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതിനകത്ത് നമുക്കിപ്പോൾ പാർക്കിംഗ് സെൻസേഴ്സും ഈ ഒരു സ്ക്രീനിൽ തന്നെ ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹസാർഡിന്റെ ബട്ടൺ കാണാം. അതിന് ചുറ്റുമെല്ലാം നമുക്ക് ആ ഒരു സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. AC വെന്റ്സിനും നമുക്ക് ആ സിൽവർ ഫിനിഷ് കാണാം. ഈ ഒരു സെന്റർ പോർഷൻസ് കംപ്ലീറ്റ് ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ കൊടുത്തിരിക്കുന്നു. നമ്മുടെ ബേസ് വേരിയന്റ് തൊട്ട് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളാണ് വരുന്നത്. അതിന് താഴെ നമുക്ക് ട്രാക്ഷൻ കൺട്രോളിന്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്കൊരു 12 വോൾട്ടിന്റെ ചാർജിംഗ് പോർട്ട് കാണാം. ഇവിടെ USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. വയർലെസ് ചാർജിംഗ് പാഡ് ഇപ്പോൾ G ഓപ്ഷണൽ വേരിയന്റിൽ അഡീഷണലി ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ECVT ആണ്. കാര്യം ഇത് നമ്മളുടെ ഹൈബ്രിഡ് വേരിയന്റ് ആണ്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ EV മോഡ്, ഡ്രൈവ് മോഡുകളുടെ ഓപ്ഷൻസ് കാര്യങ്ങൾ ഇവിടെ കാണാം. വെന്റിലേറ്റഡ് സീറ്റ്സ് അത്
ജി വേരിയന്റിൽ, ജി ഓപ്ഷണൽ വേരിയന്റിൽ ഇപ്പോൾ അഡീഷണലി വന്നിരിക്കുന്ന ഒരു ഫീച്ചറാണ്. ഇപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന ലെതർ സീറ്റ്സ് ഒന്നുമല്ല, ഫാബ്രിക് സീറ്റ് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഫാബ്രിക് സീറ്റിലും വെന്റിലേഷന്റെ ഓപ്ഷൻ മാരുതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇപ്പോഴത്തെ ടെമ്പറേച്ചറിൽ അത്യാവശ്യം വേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതാണ് കീ വരുന്നത്. കീയിലൊന്നും പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ലോക്ക് ആൻഡ് അൺലോക്ക് ഓപ്ഷനോട് കൂടെ ഫുള്ളി ഫംഗ്ഷൻ ആയിട്ടാണ് കീ വെച്ചിരിക്കുന്നത്. കപ്പ് ഹോൾഡേഴ്സ് കാണാം. നമ്മളുടെ ഈ വേരിയന്റിൽ, അതായത് ഹൈബ്രിഡ് വേരിയന്റിൽ, ഈ നോർമൽ ഹാൻഡ് ബ്രേക്കും നമ്മളുടെ നിയോ ഡ്രൈവ് ഓട്ടോമാറ്റിക്കിൽ ഇലക്ട്രോണിക് പാർക്ക് ബ്രേക്കോട് ആൻഡ് ഹോൾഡോട് ഓപ്ഷനോട് കൂടിയ ഹാൻഡ് ബ്രേക്ക് കാര്യങ്ങളാണ് വരുന്നത്. ഇലക്ട്രോണിക് പാർക്ക് ബ്രേക്കാണ് നിയോ ഡ്രൈവ് വേരിയന്റ് ഓട്ടോമാറ്റിക്കിൽ വരുന്നത്. എന്തുകൊണ്ടോ ഇത്രയും പൈസ കൊടുത്ത് മേടിക്കുന്ന ഈ ഒരു വേരിയന്റിൽ മാരുതി ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. സെന്റർ ആംറസ്റ്റ് ബേസ് വേരിയന്റ് അവൈലബിൾ ആണ്. അതിന്റെ ടോപ്പിലായിട്ട് നമുക്കൊരു സോഫ്റ്റ് ടച്ച് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. അകത്ത് അത്യാവശ്യം ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഹൈറൈഡറിന്റെ ബേസ് വേരിയന്റ് തൊട്ട് നമുക്ക് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. അതിന്റെ ഒരു ബാഡ്ജിങ് നമുക്ക് ഇവിടെ കാണാം. ഇതിപ്പോ ജി ഓപ്ഷണൽ വേരിയന്റിൽ ആദ്യമേ ജി വേരിയന്റ് തൊട്ട് 6 എയർ ബാഗ് വരുന്നുണ്ട്. ഇപ്പോഴാണ് ബേസ് വേരിയന്റ് തൊട്ട് വരുന്നത്. ഇതിപ്പോ ജി ഓപ്ഷണൽ വേരിയന്റിൽ 6 എയർ ബാഗ് ഉണ്ട്. നമ്മൾ സീറ്റ് ബെൽറ്റ്, ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാണാം. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. കോ ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് മിറർ ആൻഡ് ലൈറ്റോട് കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. സെന്റർ IRVMs, ഓട്ടോ ഡിമ്മിങ്ങുള്ള IRVMs വരുന്നു. സെന്ററിൽ നമുക്ക് ഇവിടെ ഒരു സൺഗ്ലാസ് ഹോൾഡർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റീഡിംഗ് ലൈറ്റ് ആദ്യം ഇത് ഹാലജൻ ആയിട്ടാണ് വന്നിരുന്നത്, ഇപ്പോൾ അത് LED ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഡ്രൈവർ സൈഡിൽ നമുക്ക് സൺവൈസസ് വിത്ത് ടിക്കറ്റ് ഹോൾഡർ, മിറർ ആൻഡ് ലൈറ്റോട് കൂടിയാണ് അതും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വേറെ വന്നിരിക്കുന്ന ഒരു മേജർ ചേഞ്ച് ആണ്, നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ നമുക്ക് സൺറൂഫ് ഈ വേരിയന്റിൽ വന്നു. അതുപോലെ തന്നെ സൺറൂഫിന്റെ ഈ ക്ലോത്ത് കുറച്ചും കൂടി കട്ടിയുള്ള ക്ലോത്ത് ആയിട്ട് മാറിയിട്ടുണ്ട്. പണ്ട് പലർക്കും ഉണ്ടായിരുന്ന ഒരു കംപ്ലൈന്റ് ആയിരുന്നു, അത് വെയിലടിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് വെയിലും അതിനകത്തേക്ക് വരും എന്നുള്ള രീതിയിൽ. ഇപ്പോഴും ക്ലോത്ത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, പക്ഷെ കുറച്ചും കൂടി ഹാർഡായിട്ടുള്ള ഒരു കവറിങ് കാര്യങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ജി ഓപ്ഷണൽ വേരിയന്റ് ഇന്റീരിയർ എന്നുള്ള ഫീച്ചേഴ്സ്. ഇപ്പോൾ ടോപ്പ് ആൻഡ് വി വേരിയന്റ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും നമ്മുടെ ജി ഓപ്ഷൻ വേരിയന്റിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഹൈറൈഡിലെ ശരിക്കും ഒരു വാല്യൂ ഫോർ മണി വേരിയന്റ് നമുക്ക് ജി ഓപ്ഷണൽ വേരിയന്റിനെ വിളിക്കാം. ബാക്ക് യാത്രക്കാരുടെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ഡോറുകളാണ്. ഡോർ പാഡിലേക്ക് വന്നാൽ നമുക്ക് ഇവിടെ ഒരു 2 ടോൺ കളർ തന്നെയാണ് ഡോർ പാഡിൽ വരുന്നത്. ടോപ്പിൽ ബ്ലാക്ക് ഫിനിഷ്, ഇവിടെ ആ ഒരു ബ്രൗൺ ലെതർ ഫിനിഷ് കാണാം. അവിടെ നമുക്ക് ആ സ്റ്റിച്ചിങ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. പവർ വിൻഡോന്റെ കൺട്രോൾ കാണാം. ഈ പോർഷനിൽ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് ആണ്. ആ സിൽവർ ഫിനിഷ്, ഡോർ ഹാൻഡിൽസ് ബ്ലാക്ക് ഫിനിഷ് കാണാം. അഡീഷണലി വന്നിരിക്കുന്ന ഒരു പുതിയ ഫീച്ചറാണ് ഈ സൺ ബ്ലൈൻഡ്സ്. അത് ഇപ്പോൾ ഈ ജി ഓപ്ഷണൽ വേരിയന്റിൽ അവൈലബിൾ ആണ്. നമ്മളുടെ നാട്ടിൽ ഇപ്പോഴത്തെ വെതറിൽ എന്താണെങ്കിലും വേണ്ട ഒരു സാധനമാണ് ഈ സൺ ബ്ലൈൻഡ്സ്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് AC വെൻസ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന് ചുറ്റും നമുക്ക് ആ ഒരു സിൽവർ ഫിനിഷ് കാര്യങ്ങൾ കാണാം. താഴെയായിട്ട് നമുക്ക് 2 ടൈപ്പ് സി ചാർജിംഗ് പോർട്ടുകളാണ് കൊടുത്തിരിക്കുന്നത്. അത് ഒന്ന് ഒരു 25 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ്, ഒന്നൊരു നോർമൽ ചാർജിംഗ് എന്ന രീതിയിൽ 2 ടൈപ്പ് സി ചാർജിംഗ് പോർട്ടുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ബാക്കിലെ സീറ്റ് നമുക്ക് 60-40 സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാര്യങ്ങളും വരുന്നു. സെന്ററിൽ നമുക്കൊരു സെന്റർ ആം റെസ്റ്റ് വരുന്നുണ്ട് ജി ഓപ്ഷൻ വേരിയന്റിൽ. അതിൽ സെന്ററിൽ കപ്പ് ഹോൾഡറോട് കൂടിയ സെന്റർ ആം റെസ്റ്റ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 3 പേർക്കുള്ള ഇൻഡിവിജ്വൽ സീറ്റ് ബെൽറ്റ് കാര്യങ്ങൾ കാണാം. അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് നീ റൂം കാണാവുന്നതാണ്. ഹെഡ്റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 6-7 സെന്റിമീറ്റർ ഹെഡ്റൂം ബാലൻസ് ഉണ്ട്. സൺറൂഫ് വരുന്നുണ്ടെങ്കിലും ഹെഡ്റൂമിന് കൺസേൺസ് ഒന്നും തന്നെ വരുന്നില്ല. വളരെ വൈഡ് ആയിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്കൊക്കെ സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാം. ബാക്കിൽ പാർസൽ ട്രേ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിൽ റീഡിംഗ് ലൈറ്റ് ഇവിടെയാണ് വരുന്നത്. റീഡിംഗ് ലൈറ്റ് നമുക്ക് LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. ആദ്യം ഈ റീഡിംഗ് ലൈറ്റ് ഹാലജൻ ആയിട്ടാണ് വരുന്നത്. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. അതിനകത്ത് ഹുക്ക് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു ജി ഓപ്ഷണൽ വേരിയന്റിൽ ടൊയോട്ട ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജി ഓപ്ഷണൽ വേരിയന്റിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് ബേസ് വേരിയന്റോട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ABS, CBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ്, 4 വെല്ലിലേക്കും ഡിസ്ക് ബ്രേക്ക്, അങ്ങനെ ഈ ഒരു സെഗ്മെന്റിലെ വാഹനങ്ങളിൽ വേണ്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഈ ജി ഓപ്ഷണൽ വേരിയന്റിൽ വരുന്നുണ്ട്. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ജി ഓപ്ഷണൽ വേരിയന്റ് നമുക്ക് എല്ലാ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലും അവൈലബിൾ ആണ്. നമുക്ക് 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനുള്ള വേരിയന്റ് അവൈലബിൾ ആണ്. അതിനകത്ത് സ്മാർട്ട് ഹൈബ്രിഡോട് കൂടിയാണ് വരുന്നത്. അതിനെ ടൊയോട്ട വിളിക്കുന്നത് നിയോ ഡ്രൈവ് എന്നാണ്. അതിനകത്ത് നമുക്ക് 5 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 6 സ്പീഡ് ടോക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ആ എഞ്ചിനിൽ തന്നെ നമുക്ക് CNGയും അവൈലബിൾ ആണ്. 102 HP ആണ് പെട്രോൾ എഞ്ചിൻ തരുന്ന പവർ. 138 Nm ടോർക്ക് ഉൽപ്പാദിപ്പിക്കുന്ന അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു പെട്രോൾ എഞ്ചിൻ. കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് 20.8 റിയൽ ലൈഫിൽ ഒരു 14-നും 16-നും ഇടയ്ക്ക് നമുക്ക് മൈലേജ് എക്സ്പെക്ട് ചെയ്യാം. ഇനി നിങ്ങൾക്കൊരു ജി വേരിയന്റ് വേണം, കുറച്ചും കൂടി മൈലേജ് ഉള്ള ഒരു വാഹനം വേണമെങ്കിൽ നിങ്ങൾക്ക് CNGയിലേക്ക് പോകാം. CNGയിലേക്ക് വരുമ്പോൾ സെയിം ആ 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിനിലാണ് അത് വരുന്നത്. അതിന് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ്
27-28 റിയൽ ലൈഫിൽ ഒരു 22-നും 25-നും ഇടയ്ക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പവറിൽ ചെറിയൊരു കുറവുണ്ട്. 92 HP അടുത്താണ് ആ എഞ്ചിൻ ഉത്പാദിപ്പിക്കുന്ന പവർ. പക്ഷേ റിയൽ ലൈഫിൽ നമുക്ക് പവർ ലാഗ് കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യില്ല. അത്യാവശ്യം പവർഫുൾ ആയിട്ട് തന്നെ ഫീൽ ചെയ്യും. നമ്മളിപ്പോൾ ഒരു ഹില്ലി സ്റ്റേഷനിലേക്ക് 5 പേരെയൊക്കെ വെച്ച് ലോങ് റൈഡൊക്കെ പോകുന്ന സമയത്ത് ചിലപ്പോൾ ഓവർടേക്കിന്റെ സമയത്തൊക്കെ ചെറിയൊരു പവർ ലാഗ് നമുക്ക് ഫീൽ ചെയ്തേക്കാം. നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഹൈബ്രിഡ് വേരിയന്റ് ആണ്. 114 HP ആണ് ഹൈബ്രിഡ് എഞ്ചിന്റെ പവർ. 141 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഇലക്ട്രിക് ആൻഡ് പെട്രോൾ കോമ്പിനേഷനാണ് ഇതിനകത്ത് ടൊയോട്ട കൊടുത്തിരിക്കുന്നത്. അതായത് ടൊയോട്ടയുടെ ടൈഡ് ആൻഡ് ടെസ്റ്റ് ആയിട്ടുള്ള 1.5 ലിറ്റർ 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ വിത്ത് ബാറ്ററി, അങ്ങനെ ആ രീതിയിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ടോട്ടൽ ഔട്ട്പുട്ട് നോക്കുമ്പോൾ, പവർ ഔട്ട്പുട്ട് നോക്കുമ്പോൾ 114 HP ആണ്. ഇപ്പൊ പെട്രോൾ എഞ്ചിന്റെ മാത്രം നോക്കുകയാണെങ്കിൽ 92 HP അടുത്താണ് പവർ വരുന്നത്. കമ്പൈൻ ചെയ്ത് വരുന്ന പവറാണ് 114. പക്ഷേ ഇതിന്റെ ഒരു ഹൈലൈറ്റ് ഇതിന്റെ മൈലേജ് ആണ്. 28 km/ലിറ്റർ ആണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. റിയൽ ലൈഫിൽ ഉപയോഗിക്കുന്നവർക്ക് സിറ്റിയിലും ഹൈവേയിലും ഏകദേശം 25-26 അടുത്ത് മൈലേജ് ലഭിക്കുന്നുണ്ട്. അപ്ഡേറ്റഡ് ഹൈ റൈഡറിന്റെ ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ ബേസ് വേരിയന്റായ ഈ വേരിയന്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഇപ്പോൾ 13,55,000 രൂപയുടെ അടുത്താണ്. നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ G ഓപ്ഷണൽ വേരിയന്റിന് പെട്രോൾ മാനുവൽ വേരിയന്റ് 1.5 ലിറ്റർ നിയോ ഡ്രൈവ് മാനുവൽ വേരിയന്റിന് എക്സ്ഷോറൂം പ്രൈസ് വന്നിരുന്നത് 14,74,000 രൂപയാണ്. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 17,60,000 രൂപ. അതിന്റെ CNGയിലേക്ക് വന്നു കഴിഞ്ഞാൽ എക്സ്ഷോറൂം പ്രൈസ് 15,54,000 രൂപയാണ്. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 19,25,000 രൂപ. നമുക്ക് ആ സെയിം പെട്രോൾ എഞ്ചിനിൽ തന്നെ 6 സ്പീഡ് ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ് നിയോ ഡ്രൈവിൽ. അതിന് എക്സ്ഷോറൂം പ്രൈസ് 15,94,000 രൂപ. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 19,35,000 രൂപ. നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഹൈബ്രിഡ് വേരിയന്റിന് 18,80,000 രൂപയാണ് എക്സ്ഷോറൂം പ്രൈസ്. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 22,85,000 രൂപയാണ് നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വേരിയന്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ടോപ്പ് എൻഡിലേക്കൊക്കെ വരുമ്പോൾ എനിക്ക് തോന്നുന്നു 25 ലക്ഷത്തിനൊക്കെ മുകളിൽ പോകുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു വേരിയന്റ് 22,85,000 രൂപയ്ക്ക് ഒരു മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് തന്നെയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ടൊയോട്ട റിലേറ്റഡ് എന്ത് ഇൻഫർമേഷൻ ഞാൻ കൈരളി ടൊയോട്ടയുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഓൾ കേരള നിങ്ങൾക്ക് ബുക്കിംഗും ഡെലിവറി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഹൈ റൈഡർ മാത്രമല്ല ടൊയോട്ടയുടെ ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ ഫേസ്ബുക്ക് പേജിന്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.